ഐനോക്സിലാണ് കാണാൻ വന്നിരിക്കുന്നത്. ബസൂക. അതെ സസ്പെൻസ് ത്രില്ലർ എന്നൊക്കെ പറഞ്ഞുണ്ടോ. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പം ഗുഡ് മോർണിംഗ് ആണ്, നിങ്ങൾക്ക് കാണും ഗുഡ് മോർണിംഗ് ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മറ്റൊരു വളരെ അടിപൊളി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആക്ച്വലി പാർട്ട് 1 ഇട്ടു, അതിൻ്റെ പാർട്ട് 2 ആണിത്. നമ്മുടെ ബോംബെ വ്ലോഗിൻ്റെ പാർട്ട് 2. എന്നാൽ ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മറ്റൊന്നുമല്ല. ഇവിടെ കറങ്ങാൻ പറ്റുവാണെങ്കിൽ കറങ്ങാം, അല്ലെങ്കിൽ നമ്മൾ വന്ന കാര്യങ്ങൾ നടത്തുന്നു, തിരിച്ചു പോകുന്നു. അതുകൊണ്ട് ഈ വ്ലോഗിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ ഫുൾ ഇൻക്ലൂഡഡ് ആകുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്യാൻ പറ്റും. സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ്. സോ എന്തായാലും എല്ലാവരും ഫുള്ള് കാണുക. നിങ്ങളായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് വരുന്ന വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കാം. സോ ലെറ്റ്സ് ഗോ. യെസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ കോസ്റ്റ്യൂം ഇതാണ്. നമ്മളെല്ലാം റെഡിയായി. ഇതായിരുന്നു നമ്മുടെ റൂം. ചെറിയ റൂമാട്ടോ, ഈസിയൊക്കെ. എന്തായാലും നമുക്ക് ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കി നമുക്ക് ഇവിടെ നടക്കാം. വേറെ ഒന്നും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ടെന്ന് വിശ്വസിക്കുന്നു, ഒന്നുമില്ല. ലെറ്റ്സ് ഗോ ഗൈസ്. ഗുഡ് മോർണിംഗ്. അപ്പം നമുക്ക് പൂട്ടാം. രാവിലെ ഇൻ്റർവ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുന്ന സമയം രാവിലെ തന്നെയാണ്. സോ നിങ്ങൾ ലാസ്റ്റ് കണ്ട വീഡിയോ, ബോംബെ വ്ലോഗിൽ ലാസ്റ്റ് കണ്ട വീഡിയോയുടെ രാത്രി ഭാഗങ്ങളിൽ കണ്ട സ്ഥലങ്ങളാണിത്. ഇവിടെ തിരക്കൊന്നുമില്ല, എല്ലാവരും ഓഫീസിൽ പോകുന്ന ടൈമാണ്. ഇത് മോർണിംഗ് ഒരു 8 o'clock ആണ്. അതെ, 8 മണിയാണ്. സോ വലിയ ക്രൗഡൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. നമ്മളെന്തായാലും ഇവിടെ നിന്ന് റിലേഷൻ പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ സീ ഫേസിലോട്ടാണ് പോണത്. ഇത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അതെ, ആ ഡീസലാണ്. ഇവിടെ CNG ഉണ്ട്, പിന്നെ അതുപോലെ ഇലക്ട്രിക്കും ഉണ്ട്. ഇവിടെ ഫുള്ള് ടാക്സി കണ്ടോ, ഇലക്ട്രിക്കാണ്. നമ്മൾ ഏതൊരു എന്താ പറയുക, ഒരു സാഹചര്യത്തിൽ എക്സൽസ് എടുക്കാൻ തോന്നിയത് നന്നായി എന്ന് വിശ്വസിക്കുന്ന രംഗങ്ങൾ. ബിക്കോസ് ഇവിടെ ഫുൾ അവിടെ കിടക്കണോ, അത് 3 എർട്ടിക. ഇവിടെ ഇത് 3 എർട്ടിക, ഇത് 2 എർട്ടിക, അങ്ങ് ദൂരത്തിൽ കിടക്കുന്ന എർട്ടിക. ഇത് എത്ര എർട്ടികയാണ്? എർട്ടിക, സ്വിഫ്റ്റ് ഡിസയർ, വാഗണർ. ഇത് ഇവിടെ ഭയങ്കര ചീപ്പാണ്. പക്ഷെ എനിക്ക് മനസ്സിലാകുന്നത് ഇതൊക്കെ എങ്ങനെയായിരിക്കും മോട്ടല്ലാകുന്നത് എന്നാണ്. ഇപ്പം നമ്മുടെ ഇന്നത്തെ നായകൻ ഹൃദയശേട്ടനെ കിട്ടിയിട്ടുണ്ട്. ഹൃദയശേട്ടൻ നല്ല ഡിലേ ആയിരുന്നു എന്തായാലും. സോ നമുക്ക് നല്ല തിരക്കൊക്കെ ആയി വരുന്നുണ്ട്. സോ നമുക്ക് ഇവിടുന്ന് നടന്ന് വേണം പോകാൻ. അവിടുന്ന് കുറച്ചങ്ങ് മാറിയിട്ട് ടാക്സി എടുത്തിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ദാദറിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് വണ്ടിയൊന്നും കിട്ടത്തില്ല. സോ നമ്മൾ ആ ഫ്ലൈ ഓവർ പിക്ക് ചെയ്ത് അപ്പുറത്ത് കയറിയിട്ട് വേണം അവിടുത്തെ റോഡ് പോകാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഹൃദയശേട്ടൻ ഇവിടെ മാർക്കറ്റ് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ദാദറിലെ മാർക്കറ്റ്. നല്ല സൂപ്പർ ക്രൗഡാണ്. ഇത് പൂ മാർക്കറ്റാണ് മെയിൻലി. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് വേണം പോകാൻ. ആദ്യമായി തന്നെ പ്രിക്കോഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഫോണും എല്ലാം സൂക്ഷിച്ചോണം. ബോംബെ ആണ്. ഇതാണ് ദാദർ മാർക്കറ്റ്. അത്യാവശ്യം നല്ല ക്രൗഡ്. എനിക്കത് ക്രൗഡ് തീരാറായെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പാലത്തിൻ്റെ അടിയിലാണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഫ്രണ്ടിൽ എന്തോ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഉദ്ദേശം പറഞ്ഞത്. എന്താണെന്ന് നോക്കാം. ഈ ലൈൻ കണ്ടല്ലോ, ഈ ലൈൻ എന്താണെന്ന് വെച്ചാൽ ഷെയർ ടാക്സി എടുക്കാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചകളാണ്, അനുഭവങ്ങളാണ്. ഇതാണ് ഇതുപോലത്തെ ബസ് ആക്ച്വലി അങ്ങോട്ടുണ്ട്. ബസ് കിട്ടുവാണെങ്കിൽ നമ്മൾ ഈ ബസ്സിന് കയറി പോകും. ഇത് ഇലക്ട്രിക്കിലോടുന്ന AC ആണ്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര ചീപ്പാണ് കേട്ടോ. ഹൃദയശേട്ടൻ എന്താ പറയുന്നത്, അവിടെ കബൂത്തർ ഖാന എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. വേറെ ഒന്നുമല്ല, പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്ന സ്ഥലം. അത് ആക്ച്വലി അവിടെ കുറേ പ്രാവൊക്കെ വളർത്തുന്നതാണ്. ഇവിടെ ഉണ്ട് പ്രാവ്. ആൾക്കാർ തീറ്റ കൊടുക്കും. നമുക്ക് എന്തായാലും അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. ഇവിടെയാണ് പ്രജ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രജ മലയാള സിനിമയിലെ പ്രജ. അത് ഇവിടെയല്ല ഷൂട്ട് ചെയ്തത്, ഇതുപോലെ കബൂത്തർ ഖാനയിലാണ്. ഇവിടെയും കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് ക്ലോസ് ഷോട്ട്സ് കാണാം അവിടുത്തെ പോയി. യെസ്, ഇതാണ് കൈസാനം. എൻ്റെ മോനിക്ക് എന്ത് പ്രാവാണ്. അടിപൊളി. അതെങ്ങാനും പോണ വഴിക്ക് എങ്ങാനും നപ്പിട്ട തീർന്നു. എല്ലാവരും നല്ല കോസ്റ്റ്യൂം ഇറങ്ങിക്കാം. അപ്പം പോയി നമ്മളവിടുന്ന് ഒരു ടാക്സി എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. കാരണം ബസ്സൊന്നും കിട്ടിയില്ല. ബസ് നല്ല ക്രൗഡാണ്. നമുക്ക് വളരെ അർജൻറ്റായിട്ട് ചെല്ലേണ്ടതുകൊണ്ട് നമ്മളെന്താ ടാക്സി
പക്ഷെ അണ്ടർ മെട്രോയുടെയാണ് സംഭവമാണ്. ഇവിടെ മെട്രോ പണി നടക്കുകയാണ്. മെട്രോ ആക്ച്വലി ഒരു ഫേസ് തുറന്നതാണ് സുധേഷേട്ടൻ പറഞ്ഞത്. നമുക്കത് എടുക്കാനുള്ളൊരു പ്രൊവിഷൻ ഇല്ല. ആക്ച്വലി നമ്മുടെ അവിടെ നിന്ന് ഒന്നെങ്കിൽ റോഡ് ബൈ റോഡ് വേണം, അല്ലെങ്കിൽ മെട്രോ, അണ്ടർ മെട്രോ മാത്രമേ ഉള്ളൂ. അപ്പം ഗൈസ് നമുക്ക് ഇന്ന് വരേണ്ടിയിരുന്ന സ്ഥലം ഇതാണ്. നമ്മൾ കയറായിരുന്ന AC ബസ് ഇത് അതാണ്, ചെറിയ കിട്ടിയില്ല. ഇപ്പം നമുക്ക് ഇവിടെയാണ് വരേണ്ടിയിരുന്നത്. അത്യാവശ്യം പോസ്റ്റ് ഏരിയ ആണ് കേട്ടോ, നല്ല പക്ക ക്ലീൻ സെറ്റ്. വെറുതെ വാതിലടയ്ക്കാൻ വരണം, ബ്ലഡി ഫുൾ. ഓക്കെ, നമുക്ക് കാര്യം നടക്കട്ടെ. ഓക്കെ, ബൈ ഗൈസ്. നമ്മളപ്പം ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മളിവിടെ ഓൾമോസ്റ്റ് പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. ചേട്ടൻ ഇൻ്റർവ്യൂവിന് വന്നാണ്, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കഴിച്ച് തീർന്നു പോവാണ്. നമ്മുടെ അവിടത്തെ കൂടെ സാധനങ്ങളൊന്നുമില്ല, ഒരു നെയ് റോസ്റ്റ് പോലും ഇല്ല, ഒന്നുമില്ല, ശോകമാണ്. പിന്നെ ചായ പറ്റി പരാമർശിക്കാനാണ് ഈ ഒരു ഷോട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ചായ. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയാം. ഇത്രയാണ് ആയിട്ടുള്ളത്, ഇത്ര കിടു. എൻ്റെ പൊന്നെ, കണ്ടല്ലോ ചായയുടെ വലിപ്പം. ഇത് എത്ര ഈ ചായക്ക്? 10 രൂപയോ? കിടു. എന്തായാലും ചായ കുടിക്കാം. ഓക്കെ, ബൈ. ഹായ് ഗൈസ്, നമ്മളപ്പോൾ എന്താണ് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ വന്നു. അല്ല, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതുപോലെ തന്നെ അടുത്ത ലഞ്ച് കഴിക്കാണ് ഞാൻ വന്നിരിക്കുകയാണ്. ഇങ്ങനെയും കിട്ടിയിട്ടുണ്ട്. ഹായ്. എന്തായാലും ഇവിടെ നമ്മൾ പറയുന്ന മറ്റേ മീൽസ് കാര്യങ്ങൾ അതൊന്നും അവൈലബിൾ അല്ല. ഇത് അച്ചാറാണ് ഈ സാധനം. യെസ്, അച്ചാറാണ്. പിന്നെ ഫ്രൈഡ് റൈസ്. വേറൊന്നും കാര്യങ്ങളൊന്നും കാണിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല, കാരണം അത്രയ്ക്ക് വലിയൊരു മാസികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. പുള്ളി ഒരു ഇൻ്റർവ്യൂ ഉണ്ടായത് ഇവന്. അപ്പം അത് കഴിഞ്ഞു, ഞാൻ വന്നു, കഴിക്കുന്നു, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അപ്പം നമുക്കിനി ഇവിടുന്ന് ക്യാബ് എടുത്തിട്ട് വേണം അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി. അപ്പം എന്തായാലും ആദ്യമായിട്ട് കഴിച്ച് കഴിയുക എന്നുള്ള കർത്തവ്യത്തോടെ ഞാൻ കിടക്കട്ടെ. ഓക്കെ, നമ്മളപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇവിടെ വന്ന പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ വന്ന പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇന്ന് ഇവിടുന്ന് പോവുകയാണ്. നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളപ്പം മലാട് പോവാണ്. നമ്മൾ നേരെ പോണെന്ന് വെള്ളിയാഴ്ചയുടെ അടുത്തോട്ടാണ്. അപ്പം നമ്മൾ ഇങ്ങനൊരു യാത്ര പറഞ്ഞ് പോവുകയാണ്. ബൈ ബൈ. അപ്പൊ അടുത്ത പ്രാവശ്യം മുമ്പ് വരുമ്പോൾ കാണാം. പണ്ണേ തിരുമ്പി വരുമ്പോ കാണാം, കണ്ടിരിക്കും. അപ്പൊ നമ്മൾ വഴിയിലെത്തി. സീലിംഗ് ആണ്, കൊള്ളാം. വഴി കണ്ടല്ലോ. ഈ വഴിക്ക് എന്താ പറയാ, ബൈക്ക്, സൈക്കിൾ, 3 വീലേഴ്സ് ഒന്നും അലൗഡ് അല്ല. ഫുൾ കടൽ ഒന്നുമില്ല. ഈ റൗണ്ടാണ് ഞങ്ങളിപ്പം നിൽക്കുന്നത്. ഫുൾ കടലിനെ മണിക്കൂർ കൊള്ളാണോ, കിടു. നമ്മൾ ഒരു സാധനം കാണിക്കാൻ മറന്നുപോയി. ഈ കാണുന്ന ഈ സാധനം, ഈ ട്രാക്ക്, ഇത് മോണോറെയിലിൻ്റെ ട്രാക്കാണ്. മോണോറെയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പറഞ്ഞാൽ ട്രെയിനിൽ നിന്ന് വന്നു എന്നാൽ മെട്രോ വരെ എത്തിയില്ല. അതിൻ്റെ ഒരു വകഭേദമാണ്. അപ്പോൾ നമ്മളങ്ങനെ മലാഡ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ഇവിടെയാണ് താമസിക്കുന്നതെന്നാണ് വിശ്വാസം. വെള്ളിയാഴ്ച വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ വന്നിരിക്കുകയാണ്. വഴികളും ആൾക്കാരും വണ്ടികളും സ്ഥലങ്ങളും സാഹചര്യങ്ങളും എല്ലാം വളരെ വ്യത്യസ്തം. കൊള്ളാം, കാണാൻ കൊള്ളാം. വളരെ കണ്ണിന് അണിയുന്ന വിധത്തിലുള്ള കാഴ്ചകളും കാര്യങ്ങളും എല്ലാം വളരെ മനോഹരം. വാവ്, സൂപ്പർ. നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് ഇതേ പുറത്തോട്ടൊന്ന് ഇറങ്ങിയിരിക്കുന്നതാണ്. വെള്ളിയാഴ്ചയായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒന്ന് കറങ്ങാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാണ്. നല്ല ക്രൗഡാണ്, നല്ല ട്രാഫിക്കാണ്. അതെ ഗൈസ്, അപ്പൊ നിങ്ങൾ കണ്ടത് എന്ന് പറഞ്ഞാൽ നൈറ്റ് സൈഡ് ഓഫ് മുംബൈ അതാണ് നിങ്ങളിപ്പം കണ്ടിരിക്കുന്നത്. നമ്മൾ വേറെ വഴിക്ക് വന്നാണ്. എവിടെയെന്ന് വെച്ചാൽ ഇത് ഏതായിരുന്നു? ഓർബിറ്റ് മാൾ. യെസ്, ഓർബിറ്റ് മാൾ. കൊള്ളാല്ലേ? വേറെ ഒന്നും വേണ്ടിയില്ല. നമ്മൾ വീട്ടിൽ വന്ന് കയറി പെട്ടെന്ന് എല്ലാ പരിപാടിയും കഴിഞ്ഞു. വേറെ ഒന്നും കൊണ്ടല്ല,
നല്ല ക്ഷീണം വന്നു, നേരെ ഫ്ലൈറ്റ് തീർന്നു. സോ ഉറങ്ങി എണീറ്റ് നമ്മളൊരു ഏതാ ബസ്സൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. അത് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി, അതിനുള്ള ഓട്ടാണ്. അതാണ് നമ്മുടെ വെല്ലിയേച്ചി. അപ്പം നമ്മൾ വെല്ലിയേച്ചിനെ കൂട്ടി സിനിമയ്ക്ക് വന്നതാണ്. ഇത് കൊള്ളാട്ടോ, നല്ല രസമുണ്ട് കേട്ടോ, നല്ല ആംബിയൻസ് ഉണ്ട്. സിനിമ അപ്പൊ സ്റ്റോറിൽ അടിക്കുന്നില്ല. അപ്പൊ ബൈ. ഇതിന്റെ സംഭവം കേട്ടോ, ഈ എന്താ പറയാ, ഈ ഇതൊരു മോളിൻ്റെ അതാണ് വിഷയ സാധനം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന്റെ തിയേറ്റർ. ടിക്കറ്റ് എന്നാ കോസ്റ്റ്ലിയാണ്, പക്ഷെ എന്നാലും സാധനം വളരെ നൈസ്. എന്താ പറയാ, ഇതിന്റെ വ്യൂ ഒക്കെ നോക്കണ്ടോ, സീനില്ലേ, സാധനം കൊള്ളാം, മൊത്തത്തിൽ അടിപൊളിയാണ്. ഫുൾ ഒരു ഗോൾഡൻ പ്ലേറ്റഡ് മേളിൽ കാണാം. യെസ്, കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വെരി നൈസ്. അങ്ങോട്ടൊക്കെ ഉണ്ടല്ലേ, അത് മിററെല്ലാം തോന്നുന്നു. അവിടെ ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടെന്ന് എൻ്റെ വിശ്വാസം. ഉണ്ട് അവിടെ ആൾക്കാർ പോകുന്നുണ്ട്. കൊള്ളാം, നിങ്ങൾ കയറി വന്നാൽ കുറച്ച് കണ്ട് കാണുമായിരിക്കും. സിനിമ ഇൻ്റർവ്യൂവിന് ഇറങ്ങിയപ്പോൾ എടുത്ത വീഡിയോ ആണിത്. എന്തായാലും കൊള്ളാം, ചിൽഡ്രൻസിനുള്ള പ്ലേ വേർഡ് പോലെ സെറ്റപ്പ് വന്നത് അത്. എന്തായാലും കൊള്ളാം. ഹായ് ഗൈസ്, അപ്പം വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ പടം കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ പടത്തെ ബസൂക്ക, അതെ സസ്പെൻസ് ത്രില്ലർ എന്നൊക്കെ പറഞ്ഞുണ്ടോ. പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യത്തിന് റിവ്യൂ പറയുന്നത്. പക്ഷെ ഞാനൊരു ക്ലൂ തരാം, ക്യാപ്പിച്ചിനോ സൂപ്പർ ആയിരുന്നു. ഞാൻ കഴിച്ചിട്ടാ. അല്ല, നീ ക്യാപ്പിച്ചിനോ അല്ല, കുടിച്ച ക്യാപ്പച്ചിനോ കഴിച്ച സാധനം നാച്ചോസ്. നാച്ചോ സൂപ്പർ ആയിരുന്നു. പിന്നെ മറ്റേ ഇത് ഹോട്ട് ഡോഗും സൂപ്പർ ആയിരുന്നു. പിന്നെ മറ്റേ തിയേറ്റർ സൗണ്ട് അടിപൊളിയായിരുന്നു, സൗണ്ട് അടിപൊളിയായിരുന്നു. പിന്നെ മറ്റേ നിന്റെ പിന്നെ ക്യാരമൽ പോപ്കോൺ അത് സൂപ്പർ ആയിരുന്നു. പിന്നെ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് ഏറ്റവും ബെസ്റ്റ് അതായിരുന്നു. അതെ, പോപ്കോൺ ആയിരുന്നു. അപ്പം നിങ്ങൾ എന്തായാലും ഈ സിനിമ കണ്ടിട്ട് എന്നോട് അല്ലെങ്കിൽ കമന്റിൽ കണ്ടവർ റിവ്യൂ പറയാ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടതുപോലെയാണ് നിങ്ങൾ കണ്ടത്, എന്റെ ഒരു അഭിപ്രായമായിട്ട് ഒത്തു നോക്കാൻ വേണ്ടിയാണ്, ചേരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. മസ്റ്റ് ആയിട്ടൊന്ന് വാച്ച് ചെയ്തിട്ട് റിവ്യൂ പറയാം. എനിക്ക് അത്ര പറയാനുള്ളൂ. കിടു നമ്മളെപ്പോഴും വന്നിരിക്കുന്നത് നോക്കണ്ട നമുക്ക് ഇവിടുന്ന് തമ്മിൽ എടുക്കാം. അതെ ഗൈസ്, നമ്മളപ്പോ ഇന്നുള്ളത് നമ്മുടെ സ്വന്തം കടയിലാണ്. അപ്പൊ നമ്മള് ബോംബെ വരെ എത്തി ആ കട കണ്ടുപിടിക്കാൻ വേണ്ടി. നിങ്ങളേവർക്കും ഏറ്റവും ആകാംക്ഷയുടെ പുറകെ നോക്കിയാൽ മനസ്സിലാവും, ജസ്റ്റിൻ എന്ന് പറഞ്ഞ കട നമ്മുടെ സ്വന്തം കടയാണ്. നിങ്ങളെല്ലാവരും ഇവിടെ വരിക, സാധനം മേടിക്കുക, എൻജോയ് ചെയ്യുക. എനിക്ക് അത്ര പറയാനുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ രാത്രിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു. നമ്മൾ നേരെ ജസ്റ്റിൻ ടൈമിൽ നിന്ന് നേരെ റൂമിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വളരെ കൊച്ചു വീഡിയോ ആണ്. എന്തായാലും ഇതൊരു സെക്കൻഡ് പാർട്ടായിട്ടായിരിക്കും നിങ്ങളിത് കാണാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പാർട്ടും അതോടൊപ്പം സെക്കൻഡ് പാർട്ട്, ഫസ്റ്റ് പാർട്ട് മസ്റ്റ് ആയിട്ട് കണ്ടാലും സെക്കൻഡ് പാർട്ട് എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഇൻട്രസ്റ്റിംഗ് ആണ്. സോ എന്തായാലും ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ബസൂക്ക പോയി കാണുക. ബസൂക്ക ട്രെൻഡ് ഔട്ട് ആവുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഗൈസ്.